കോട്ടയം SME കോളേജിൽ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ ഈ പകൽ അരങ്ങേറിയത് വലിയ പ്രതിഷേധമാണ്. അധ്യാപകരുടെ പീഡനം കാരണമാണ് MLT 1ാം വർഷ വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി അജാസ് ഖാൻ ആത്മഹത്യ ചെയ്തെന്നാണ് ആരോപണം. സംഭവത്തിൽ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോളേജിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇന്റേണൽ പരീക്ഷയിൽ തോറ്റതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ. അതേസമയം ആരോപണങ്ങൾ കോളേജ് അധികൃതർ നിഷേധിച്ചു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 3-നാണ് തിരുവനന്തപുരം സ്വദേശി അജാസ് ആത്മഹത്യ ചെയ്യുന്നത്. SMEക്ക് സമീപം ഉള്ള ഒരു തോട്ടിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. രാത്രി 12 മണിക്ക് ശേഷം ഫോൺ ഉൾപ്പെടെ ഹോസ്റ്റലിൽ വെച്ച ശേഷം നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ഈ ഭാഗത്ത് ഈ തോടിന് സമീപത്ത് ഇയാളെ കണ്ടതോടെ തോട്ടിൽ പരിശോധന നടത്തിയാണ് ഈ അജാസ് ഖാന്റെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും കോളേജിന്റെ ഭാഗത്ത് നിന്ന് 2 അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള മാനസിക പീഡനമാണ് ഈ ആത്മഹത്യക്ക് കാരണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് വിദ്യാർത്ഥികളും ഒപ്പം തന്നെ രക്ഷിതാക്കളും എല്ലാം സംയുക്തമായി ചേർന്നുകൊണ്ട് സമരം നടത്തിയത്. രക്ഷിതാക്കളും ഈ സമരത്തിന്റെ ഭാഗമായിരുന്നു. സീന, റീനു എന്നീ 2 അധ്യാപകർക്കെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഈ ഇന്റേണൽ മാർക്ക് അടക്കം നൽകുന്നതിൽ ഇവർ കടുത്ത അനീതി കാട്ടുന്നതായി വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഹോസ്റ്റലിലെ സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ MLT വിദ്യാർത്ഥിയായിരുന്നു അജാസ് ഖാൻ. അതേസമയം തന്നെ ഗാന്ധിനഗർ പോലീസ് ഈ കേസ് തുടക്കത്തിൽ മുതൽ അന്വേഷിച്ചതാണ്. മറ്റു ചില കാരണങ്ങൾ, ഈ അജാസിന് മറ്റു ചില കാരണങ്ങളാണ് മരണത്തിലേക്ക് നയിച്ചത്, ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന പ്രാഥമികമായ വിവരങ്ങളാണ് അവർ നൽകിയത്. പക്ഷേ പുതിയ ആരോപണങ്ങളെല്ലാം ഉയർന്ന സാഹചര്യത്തിൽ ഇതുകൂടി പരിശോധിക്കാൻ ഗാന്ധിനഗർ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു സമരമുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം എത്തി പോലീസിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തുകയും ഇന്ന് തൽക്കാലത്തേക്ക് ഇങ്ങനൊരു നടപടി എടുത്തുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാനും കഴിഞ്ഞത്.